ഇപ്പോൾ ഈ സമയത്ത് ചർച്ചകൾ സോണിയാജിയുടെ വസതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വിളിച്ച നേതാക്കന്മാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കാർഗേജി ഇന്ന് വൈകുന്നേരമാണ് ഡൽഹിയിലെത്തുന്നത്. അപ്പോൾ അതിനുശേഷം തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത. ശനിയാഴ്ച ഇനി ചർച്ചയില്ലെന്ന് പറഞ്ഞു, വീണ്ടും ഒരു ചർച്ച വരാനുള്ള സാഹചര്യം എന്തായിരിക്കും? അതെനിക്കൊന്നും പറയാൻ കഴിയില്ല. പൊതുവെ വെളുത്ത പുക പ്രതീക്ഷിക്കുകയാണ്. ഞാനതിന് പ്രത്യേക സമയം പറയുന്നില്ല. എത്രയും താമസം വിന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടങ്ങുന്നതൊക്കെ എങ്ങനെ? അതിപ്പോൾ നേതാവായിട്ട് നിശ്ചയിക്കപ്പെടുന്നയാൾ ഗവർണറെ കണ്ടാണ് സത്യപ്രതിജ്ഞയുടെ സ്ഥലവും തീയതിയും സമയവും ഒക്കെ നിശ്ചയിക്കുന്നത്. അതതിൻ്റെ ഡ്യൂ പ്രോസസ്സ് നടക്കും. അതൊക്കെ അനുബന്ധമായിട്ട് വേഗത്തിൽ എംഎൽഎമാരുടെ എണ്ണമാണ് പലപ്പോഴും കോൺഗ്രസ് പ്രധാനം. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ, പരിശോധിക്കാൻ, പരിഗണിക്കാൻ, തീരുമാനം എടുക്കാൻ ഹൈക്കമാൻഡിന് കഴിയുമല്ലോ. ബി ജെ പി വിമർശിക്കുക ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അവർ പറയേണ്ടത് 50 ദിവസം എടുത്തു ഡൽഹിയിലെ മുഖ്യമന്ത്രി നിശ്ചയിക്കാമെന്നാണ്. ഏതായാലും അതിൻ്റെ പകുതി പോലും ദിവസം കോൺഗ്രസിന് എടുക്കേണ്ടി വരില്ല. വൈകൽ വിജയത്തിനൊരു ഗ്രേസ് നഷ്ടമായി. വൈകലിനൊരു ചെറിയ മങ്ങലേറ്റിട്ടുണ്ട്. ദാറ്റ് ഐ ഡു അഡ്മിറ്റ്.